ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്രോഷേ മമ്മ. ഈ ഇടയായിട്ട് ഒരുപാട് ന്യൂ സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എൻ്റെ പേര് മെഹിന സുനൈസ്. ഞാൻ മെയിൻലി ചെയ്യാറുള്ളത് ക്രോഷേ ആൻഡ് അമിഗുറുമി വർക്ക്സ് ആണ്. എന്നിട്ട് ഡോൾസ് ടൈപ്പ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇൻസ്റ്റാഗ്രാമിലാണ് എൻ്റെ പേജ് കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. യൂട്യൂബിൽ ഞാൻ വല്ലപ്പോഴും വരാറുള്ളൂ. എപ്പോഴും ആക്റ്റീവ് ആണെന്ന് വിചാരിക്കും, പക്ഷേ ടൈമിൻ്റെ ഒരു പ്രോബ്ലം കാരണമാണ്. ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് കുറച്ച് പ്രൊഡക്ട്സ് ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാക്കിങ് എങ്ങനെയാണെന്ന് കാണാം. പിന്നെ ഞാൻ ഒരുപാട് കാലമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു ആർട്ടാണ് നിറ്റഡ് വയർ നെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നും കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് പാക്കിങ്ങിലേക്ക് കിടക്കാം. ഞാൻ ഒരു പിസ്സ ടൈപ്പ് ബോക്സാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ആമസോണിലും വെബ്സൈറ്റിലും ഇൻസ്റ്റാഗ്രാം പേജസിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഈ ഒരു 3 പ്രൊഡക്റ്റാണ് പാക്ക് ചെയ്യുന്നത്. എപ്പോഴും ഞാൻ പാക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു റാപ്പിംഗ് ഷീറ്റ് ആഡ് ചെയ്യാറുണ്ട്. ഈ ഒരു റാപ്പിംഗ് ഷീറ്റും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ കിട്ടും. ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്തിട്ട് വാങ്ങിയാൽ മതി. ഫസ്റ്റ് ഞാനൊരു ബണ്ണി ഡോളും പിന്നെ ഇതുപോലെ ഒരു ജിറാഫ് റാറ്റിലും പിന്നെ ഒരു ബെയർ ഡോളും ആണ് ആഡ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഈ പാക്കിങ്ങിൽ ഈ ഒരു റാപ്പിംഗ് ഷീറ്റും താങ്ക് യു കാർഡും പിന്നെ ക്രോഷേ മമ്മൻ്റെ ഒരു സ്റ്റിക്കറും ആഡ് ചെയ്യാൻ. ഞാൻ സിമ്പിളായിട്ട് ഈ ഒരു രീതിയിലാണ് പാക്ക് ചെയ്യാറുള്ളത് എപ്പോഴും. പ്രൊഡക്ട്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഹാപ്പിനെസ് ആണ് നമുക്ക്. പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ ടേബിൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം മെസ്സി ആയിട്ടുണ്ടാവും. പക്ഷെ അത് ശ്രദ്ധിക്കണ്ട. എപ്പോഴും എല്ലാ ക്രാഫ്റ്റേഴ്സിൻ്റെ പ്ലേസും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ചൊന്ന് റെഡി ആക്കിയിട്ടുള്ളൂ. എന്നാലും ഈ ഒരു ബോക്സിൻ്റെ ചുറ്റുപാട് ഫുൾ യാണും അതിൻ്റെ പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ വലിച്ച് വരിട്ടതാണ്. ഇതെല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവുക. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ടേബിളൊക്കെ അറേഞ്ച് ചെയ്യാറുള്ളത്. ഫസ്റ്റ് ഒരു പാക്കിങ് കഴിഞ്ഞു. ഇനി നിന്ന് ഇതിൻ്റെ കൂടെ വേറൊരു പ്രൊഡക്റ്റും കൂടി അയക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഇതാണ് നിറ്റഡ് വയർ നെയിം എന്ന് പറയുന്നത്. നോഹ് പറഞ്ഞ ഒരു നെയിമാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ചൂസ് ചെയ്ത ഒരു കളറാണിത്. ഓൾറെഡി ഞാൻ തലേ ദിവസം തന്നെ കമ്പി വളച്ച് പേരൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ അതിൻ്റെ റാപ്പ് ചെയ്യുന്ന ക്രോഷ്യ പാർട്ട് ചെയ്യാറുള്ളത്. ഇതിനാണ് നിറ്റഡ് മെഷീൻ, നെറ്റിംഗ് മെഷീൻ എന്നൊക്കെ പറയാറുണ്ട്. ഞാനിത് UK നിന്ന് വരുത്തിയതാണ്. നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ മെഷീൻ വളരെ ലോക്കലാണ്. ഞാൻ വാങ്ങി പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാട്ടിലത്തെ മെഷീൻ ആരോടും റെക്കമെൻഡ് ചെയ്യാറില്ല. വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡഡ് മെഷീൻ തന്നെ വാങ്ങാം. കോസ്റ്റ്ലിയാണ്, പക്ഷേ അതിനു വേണ്ടി നല്ല യൂസ്ഫുള്ളാണ്. പെട്ടെന്ന് ചെയ്യാൻ കഴിയും, നല്ല നീറ്റാണ്. അപ്പോൾ ഈ ഒരു ക്രോഷ്യ പാർട്ട് ഫുൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് കമ്പിയിലേക്ക് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഈ ഒരു ഐക്കോഡ് കാണാനുള്ളത്. ഞാൻ നിയമം ഇങ്ങനെ വെച്ച് നോക്കിയിട്ടാണ് എത്ര ലെങ്ത്ത് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യൽ. ഞാൻ കുറച്ചും കൂടി കൂടുതൽ എടുക്കാറുണ്ട്. കുറവ് വന്നാലാണ് നമുക്ക് ഇത് വീണ്ടും ചെയ്യാൻ കഴിയാതിരിക്കാം. കുറച്ച് കൂടുതലാണെങ്കിൽ ഒന്ന് ഊരിയെടുത്താൽ മതി. കുറവായാലും പിന്നെ ആദ്യം മുതൽ വീണ്ടും ചെയ്യേണ്ടി വരും. പിന്നെ ഇതിലേക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കുന്നത്, കമ്പിൻ്റെ മുകളിൽ ഇത് റാപ്പ് ചെയ്തെടുക്കുന്നത് നല്ല രസമാണ് കാണാനും ചെയ്യാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. എപ്പോഴും എല്ലാവരും ഇങ്ങനത്തെ എന്തെങ്കിലും ക്രാഫ്റ്റിൽ എൻഗേജ് ആവണമെന്നാണ് ഞാനിപ്പോൾ അറിയാറുള്ളത്. നല്ല രസമാണ്. നമ്മുടെ നോർമൽ വർക്ക് റൂട്ടീനിൽ ഇങ്ങനത്തെ ക്രാഫ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു വർക്ക് ചെയ്യുമ്പോൾ നല്ല മനസ്സിനൊക്കെ നല്ല റിലാക്സേഷനാണ്. അപ്പോൾ അറിയുന്നവരൊക്കെ ചെയ്യാം. ഇതൊരു ബിസിനസ് എന്നുള്ള രീതിക്ക് മാത്രമല്ല, നമ്മുടെ മെൻ്റൽ റിലാക്സേഷന് വേണ്ടിയിട്ടും നമുക്കൊരു ഹാപ്പിനെസ് കിട്ടാനും നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഒരു ആർട്ടിലോ അല്ലെങ്കിൽ ക്രാഫ്റ്റിലോ എൻഗേജ്ഡ് ആവാൻ ശ്രദ്ധിക്കുക. പിന്നെ അതൊരു ബിസിനസ് ആക്കി എടുക്കാനും കൂടി കഴിഞ്ഞാൽ അതിലും കൂടുതൽ ഹാപ്പിനെസ് ആയിരിക്കും. ഡെയിലി എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ കൂടുതൽ എൻഗേജ്ഡ് ആവാൻ നോക്കാം. പിന്നെ ബിസിനസ്സിൽ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവായിട്ട് അതിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യലും സ്റ്റോറീസൊക്കെ പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഓർഡേഴ്സൊക്കെ കിട്ടും. ഇങ്ങനെ ഓർഡേഴ്സ് കിട്ടുമെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വിചാരിക്കും ഇന്ന് ഫോട്ടോ ഇട്ടാൽ നാളെ തന്നെ ഓർഡർ കിട്ടി തുടങ്ങുന്നു. അങ്ങനെ ഞാൻ പറയണില്ല. നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ ഓരോ വർക്കിലേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മുടെ ഫീഡൊക്കെ കാണുമ്പോഴും നമ്മുടെ ഈ ഒരു വർക്കിനോടുള്ള ഡെഡിക്കേഷൻ കാണുമ്പോഴൊക്കെ നമുക്ക്
മെല്ലെ മെല്ലെ ഫോളോവേഴ്സ് കയറും. നമുക്ക് കുറച്ച് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ അങ്ങനെ മെല്ലെ മെല്ലെ കിട്ടി തുടങ്ങും. ഫസ്റ്റ് വേണ്ടത് ഇതൊരു ബിസിനസ് മെൻറ്റാലിറ്റിയിൽ മാത്രം ഫസ്റ്റ് എടുക്കാതെ നമ്മുടെ പാഷന് നമുക്കൊരു റിലാക്സേഷൻ അല്ലെങ്കിൽ ഇതൊരു മെഡിറ്റേഷൻ ലെവലിൽ എടുത്തിട്ട് വേണം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ ക്രോഷ്യൻ്റെ കാര്യം മാത്രമല്ല, പെയിൻറ്റിങ് ആയാലും വേറെ സ്ക്രാപ്പ് ബുക്കിംഗ് ആണെങ്കിലും എംബ്രോയ്ഡറി ആണെങ്കിലും ഏതൊരു ആർട്ടിൻ്റെ കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്രാഫ്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് ആ ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ വേറൊരാൾക്ക് ഭയങ്കര ബിസിനസ് കിട്ടുന്ന പേജാണ് ഇത്, അപ്പോൾ ആ ഒരു ആർട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഇങ്ങനത്തെ ഒരു ആർട്ടിനോട് ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ മതി. അല്ലാത്തവരെന്തായാലും പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പോകും. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് എത്ര ചെയ്താലും മടുക്കൂല. ഇപ്പോൾ വീണ്ടും പുതിയ പ്രൊഡക്ട്സ് ഉണ്ടാക്കാനും പുതിയ പാറ്റേൺസ് ചെയ്യാനൊക്കെ നമുക്ക് തന്നെ ഐഡിയാസ് വരും. നമ്മൾ തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യാം. അല്ലാതെ വേറെ ഉള്ളവർ ചെയ്യുന്ന കണ്ടിട്ട് അതിനെ കോപ്പി അടിച്ചിട്ട് ചെയ്യാൻ നിന്നാൽ നിങ്ങളൊരു ലെവലിൽ എത്തുമ്പോൾ അത് നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പായി പോകും. നിങ്ങൾ തന്നെ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് നിർത്തും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഇനി ഓർഡർ ഇല്ലെങ്കിലും നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വർക്കാണല്ലോ ചെയ്യണമെന്ന് വെച്ചിട്ട് നിങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഇങ്ങനത്തെ ക്രാഫ്റ്റിനെ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ആദ്യം മുതലേ ചെയ്യൽ ഇങ്ങനത്തെ ഒരു ക്രോഷ്യയാണ്. ക്രോഷ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു അഡിക്ഷൻ എന്നുള്ള രീതിയിലാണ് എനിക്ക് ക്രോഷ്യേനെ കാണൽ. പുതിയ പാറ്റേൺസ് ട്രൈ ചെയ്യാനും ഇതുപോലെ പുതിയ ഐഡിയാസ് ഈ ഒരു ക്രോഷ്യയിൽ കൊണ്ടുവരാനും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ നോഹ ചെയ്ത് കഴിഞ്ഞു. ഞാൻ എന്നിട്ട് ഇത് റീൽസിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോസാണ്. എപ്പോഴും ടൈം പോവുക ഇതിനെ ഫോട്ടോ എടുക്കാനും ഇതിൻ്റെ റീൽ എടുക്കാനുമാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യും. ഈ ഒരു ലെറ്റർ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് എൻ്റെ അടുത്ത് ബോക്സ് ഇല്ല. അപ്പോൾ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ച ഏതെങ്കിലും ബോക്സ് സൈസ് കറക്റ്റ് ആണോ നോക്കിയിട്ട് എടുക്കും. ഇനി ഈ ഒരു നെയിം എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ലെങ്ത്തിലാണ് ഇത് വരിക. അപ്പോൾ അതിൻ്റെ എല്ലാ ലെങ്ത്തിലുള്ള ബോക്സ് എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. ഞാൻ ആമസോണും ഇവിടെ നിന്നൊക്കെ വരുന്ന ബോക്സ് എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ആ ബോക്സിൽ ഏതെങ്കിലും സൈസ് മാച്ച് ആണെങ്കിൽ അത് യൂസ് ചെയ്യും. ഇനി ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ പാക്കിംഗ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം. കൂടുതൽ ഓർഡർ കിട്ടാറുണ്ട് ഈ ഒരു നെയിംസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 10-15 നെയിംസ് ഞാൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അല്ല ഇനി കൂടുതൽ പേര് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇതുപോലെ പാക്കിംഗ് ഒക്കെ നല്ല വൃത്തിയിൽ ചെയ്യാം. പിന്നെ അത് കേട് വരാത്ത രീതിയിൽ തന്നെ മാക്സിമം ചെയ്യാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാഷന് കണ്ടുപിടിക്കാം. അത് വീണ്ടും ചെയ്യാം. ഫോട്ടോ ഇടാൻ താല്പര്യമുള്ളവർ ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം. അല്ലാത്തവർ ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഭയങ്കര ഒരു റിലാക്സേഷൻ ആയിരിക്കും. യൂഷ്വൽ നമ്മുടെ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ യൂഷ്വൽ കിച്ചൻ്റെ റൂട്ടീനൊക്കെ ഒരു ചേഞ്ചാണ് ഇങ്ങനത്തെ ഒരു ക്രാഫ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെയിൻറ്റിങ് ആയാലും എംബ്രോയ്ഡറി വർക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും നമുക്ക്. യൂട്യൂബിൽ നിങ്ങൾ അയക്കുന്ന കമൻസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. ഒരുപാട് കമൻസ് ഒന്നും വരാറില്ല, കാരണം യൂട്യൂബിൽ ഞാൻ അങ്ങനെ ആക്റ്റീവ് അല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ കമൻസ് മാക്സിമം ഞാൻ റിപ്ലൈ അയക്കാറുണ്ട്. പിന്നെ കൂടുതൽ വരുന്നതാണ് ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഞാനിത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ക്രോഷ്യൻ അമിഗുറുമി വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് കംപ്ലീറ്റ്ലി. ഇതൊരു ഓൺലൈൻ റെക്കോർഡഡ് വീഡിയോസാണ്. നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ടും ഏത് ടൈമിൽ വേണമെങ്കിലും പഠിച്ചെടുക്കാം. ഇന്ന ടൈമിൽ മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നൊന്നുമില്ല. ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. ഇത് ഓവറോൾ ഈ കോഴ്സ് വരുന്നത് 1 വീക്ക് ഒരു പ്രീ ക്ലാസ് ഉണ്ടാവും. അതിലാണ് ഇതിൻ്റെ ബേസിക് സ്റ്റിച്ചസ് ഒക്കെ പഠിപ്പിച്ചെടുക്കുന്നത്. എന്നിട്ട് നെക്സ്റ്റ് ഒരു 1 മന്ത് മെയിൻ ക്ലാസ് വരും. അതിലാണ് ഇതിലെ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് പോണത്. പ്രാക്ടീസ് സെഷനൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾ കംപ്ലീറ്റ്ലി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വർക്ക്ഷോപ്പിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്യും. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ക്ലാസ്സാണ്. നിങ്ങൾക്ക് ഒട്ടും ക്രോഷ്യ അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഒട്ടും ക്രോഷ്യനോടും ഇങ്ങനത്തെ ആർട്ടിനോടും പാഷൻ ഇല്ലാത്തവർ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയാറില്ല. കാരണം കുറച്ചെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണ് ഇങ്ങനത്തെ ഇത് പഠിച്ചെടുക്കാൻ കഴിയാം. കുറച്ച് ബുദ്ധിമുട്ടാണ് ക്രോഷ്യ ചെയ്യാൻ. എന്നാലും ഇതിനോട് ആഗ്രഹമുള്ളവർ എന്തായാലും പഠിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ബിഗിനർ ഫ്രണ്ട്ലി ആണ്. ഒട്ടും അറിയാത്തവരും ജോയിൻ ചെയ്യാൻ കഴിയും. ഇനി സെപ്റ്റംബറിൽ എല്ലാ മാസം ബാച്ച് വരുന്നുണ്ട്. ഇനി വരുന്നത് സെപ്റ്റംബർ ബാച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ നോക്കുക, വാട്സപ്പ് ചെയ്യുക. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇതൊരു ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ഇത് അറ്റൻഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഒരു ക്രോഷ്യ ബിഗിനേഴ്സ് കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
കിറ്റ് ഇപ്പോൾ ഞാൻ ഇന്ത്യയിലാണ്, ഞാൻ ഓൾ ഓവർ ഇന്ത്യയാണ് ഡെലിവറി ചെയ്യണത്. അപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അവിടേക്ക് ട്രാവൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ വീട്ടിലേക്ക് സെൻഡ് ചെയ്യാം. അപ്പോൾ ക്രോഷേ കിറ്റിൽ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊക്കെ എന്നുള്ളത് വാട്സപ്പൊക്കെ ചോദിച്ചാൽ നമ്മൾ അറിയിക്കണമായിരിക്കും. ഓക്കെ, ബൈ.